In the last class, we have seen working capital requirements. And working capital comprises of three major components. One is cash, one is inventory, and third one is receivables. Clear? Working capital estimations നമ്മൾ നോക്കിക്കഴിഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ക്യാഷും, എങ്ങനെയൊക്കെ ക്യാഷ് മാനേജ് ചെയ്യാം. രണ്ടാമത്തെ ഇൻവെൻട്രി ആണ്, സ്റ്റോക്ക്. മൂന്നാമത്തെ റിസീവബിൾസ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് വെൽ മാനേജ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് വോണ്ട് ടു ആസ്ക് യു വാട്ട് ഇസ് ക്യാഷ്. Cash means only money in the form of currency. Clear? For many persons, cash means ചില ആൾക്കാരൊക്കെ വിചാരിക്കും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് മീൻസ് ക്യാഷ് ആൻഡ് അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്. ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ക്ലിയർ? അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ്സ് അനുസരിച്ചിട്ട് ക്യാഷിൻ്റെ ഡെഫിനിഷൻസിൽ മാറ്റം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നൗ ലെറ്റ് മീ സ്പീക്ക് അബൌട്ട് why do you hold cash? What is the need for holding cash? പല രീതിയിൽ പല ആൾക്കാർക്കും പല ആവശ്യങ്ങളും ഉണ്ടാവും. പൈസ എന്തിനു കൊണ്ടു നടക്കണം? Speaking about what is the need for holding cash in business, of course one important need is that transaction motive. Clear? അതായത് പൈസ കൈകാര്യം ചെയ്യുമ്പോൾ എന്നും ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യം വരും. ചില സമയത്ത് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ക്യാഷ് വേണം. ക്ലിയർ? ചില സമയത്ത് പിന്നെ ക്യാഷ് ഇല്ലാതെ, ഐ മീൻ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ഉണ്ടാവും. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്സ് കൂടുമ്പോൾ നമുക്ക് ക്യാഷ് റെസീപ്റ്റ്സ് തികയാതെ വരിക. അങ്ങനത്തെയൊക്കെ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ക്യാഷ് അധികമായിട്ട് വരും. ക്ലിയർ? സോ നമുക്ക് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഉള്ളിൽ, ഇപ്പം നമ്മളാണെങ്കിലും എന്തിന് പോക്കറ്റിൽ പൈസ കൊണ്ട് നടക്കണം എന്ന് ചോദിച്ചാൽ യു ഹാവ് സർട്ടൻ ട്രാൻസാക്ഷൻസ് ടു ബി മെയ്ഡ് ഇൻ ക്യാഷ്, ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മോട്ടീവ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ആൻഡ് സെക്കൻഡ് ഇസ് പ്രിക്കോഷണറി മോട്ടീവ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് പല കണ്ടിൻജൻസിക്കും കൂടി വേണ്ടിയിട്ട് വേണം. ക്ലിയർ? ചില സമയത്ത് ഒരാൾ നമുക്ക് പൈസ തരാനുണ്ട്. നമ്മളെപ്പോഴും റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവും ബിസിനസ്സുകാരാവുമ്പോൾ. നമുക്ക് ഒരാൾ പൈസ തരാനുണ്ട്, അയാൾക്ക് കൃത്യസമയത്ത് പൈസ തരാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് അതിനെ മീറ്റ് ചെയ്യാൻ നമുക്ക് പൈസ വേണ്ടി വരും. ക്ലിയർ? സോ കണ്ടിൻജൻസീസ് അറൈസ് ഓഫൻ. സോ എ ഫേം നീഡ് ടു കീപ് സം എമൗണ്ട് ഓഫ് മണി ഇൻ ക്യാഷ് ടു മീറ്റ് ദീസ് കണ്ടിൻജൻസീസ്, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ പ്രിക്കോഷണറി മോട്ടീവ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ക്ലിയർ? ആൻഡ് ദ തേർഡ് മോട്ടീവ് ഇസ് ദാറ്റ് സ്പെക്യുലേറ്റീവ്. എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു തോട്ട് എന്താ? യു ഓൾവേസ് വാണ്ട് സം സോർട്ട് ഓഫ് പ്രോഫിറ്റബിൾ വെഞ്ചർ ടു കം അലോങ് യുവർ വേ, റൈറ്റ്? എപ്പോഴും നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ടാണ് ബിസിനസ്സുകാർക്ക് ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ സ്പെക്യുലേറ്റീവ്. എപ്പോഴും എക്സ്പെക്റ്റേഷൻ എന്താ? പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവും, പ്രൈസ് കൂടുതൽ വരും. ചില സമയത്ത് ഒരു സാധനം വാങ്ങുമ്പോൾ ഭാവിയിൽ ഇത് വാങ്ങാൻ പൈസ കൂടിയാലോ? സോ സ്പെക്യുലേഷൻ മോട്ടീവാണ് നമ്മളുടെ. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെക്യുലേറ്റീവ് ആവുകയാണ്. അപ്പം അതും കൂടിയും ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാരണമാണ്. ദീസ് ആർ ദ ബേസിക് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്, റൈറ്റ്? ആൻഡ് ഹൗ ഡു യു മാനേജ് ക്യാഷ്? ബേസിക് ആയിട്ടുള്ള തിയറി ആണെങ്കിലും ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ക്യാഷ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് വരിക? ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവും, ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും, അല്ലേ? ക്യാഷ് ഫ്ലോസ് വിത്തിൻ ദ ഫേം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ ഏറ്റവും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസറ്റ്സ് ആണ്. ഒന്ന് ക്യാഷ് പ്ലാനിങ്ങും ഒന്ന് ക്യാഷ് ഫോർകാസ്റ്റ് ആൻഡ് ബഡ്ജറ്റിംഗ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളെപ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്.
പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. അതാണ് പലപ്പോഴും നമ്മൾ ക്യാഷ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി ക്യാഷ് മാനേജ് ചെയ്യാൻ നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റ് നടത്താറുണ്ട്. ഐ മീൻ സോർട്ട് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ എന്താ ഉണ്ടാവുക? റെസീപ്റ്റ്സും പേയ്മെന്റ്സും, ക്യാഷിന്റെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന റെസീപ്റ്റ്സും പേയ്മെന്റ്സും ഒക്കെ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ക്ലിയർ? ഇപ്പോൾ ഷോർട്ട് ടേം ഫോർകാസ്റ്റ് ഉണ്ടാവും, ലോങ് ടേം ഫോർകാസ്റ്റ് ഉണ്ടാവും. ലോങ് ടേം ഫോർകാസ്റ്റ് ആണ് ഏറ്റവും എസെൻഷ്യൽ. രണ്ടും ആവശ്യമുണ്ട്. കാരണം ലോങ് ടേം ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഭാവി ഫിനാൻഷ്യൽ നീഡ്സും കൂടിയും കൺസിഡർ ചെയ്തിട്ടാവും ഉണ്ടാക്കാം. ഇപ്പോൾ ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് മെത്തേഡാണ്. നമുക്ക് പ്രോബ്ലം ആയിട്ടൊന്നും ചെയ്യാനില്ല. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടുമാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഡു യു മാനേജ് ക്യാഷ് ഫ്ലോസ്? പൈസയുടെ ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യണം? നമ്മൾ എപ്പോഴും പറയുക, ഒരു ബിസിനസ്സുകാരാകുമ്പോൾ കൊടുക്കാനുള്ള പൈസ ഏറ്റവും അവസാനം കൊടുക്കുക, കിട്ടാനുള്ള പൈസ ഏറ്റവും ആദ്യം സ്പീഡപ്പ് ചെയ്യാം. എന്നാൽ മാത്രമേ ക്യാഷ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ദിസ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു സേ ഹിയർ. മെത്തേഡ്സ് ഓഫ് ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് കൂട്ടുക. അതായത് ക്യാഷ് ഇൻഫ്ലോസ്, കിട്ടാനുള്ള പൈസയ്ക്ക് എങ്ങനെയൊക്കെ സ്പീഡ് കൂട്ടാൻ പറ്റും. മെത്തേഡ്സ് ഓഫ് സ്ലോയിങ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. കൊടുക്കാനുള്ള പൈസ എങ്ങനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. These are the two methods of managing cash flows. Right? So, ഈ രണ്ട് മെത്തേഡിലും ഒരുപാട് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആൻഡ് ലെറ്റ് us see. Methods of accelerating cash inflows. എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ സ്പീഡപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഇസ് ദാറ്റ് പ്രോംപ്റ്റ് പേയ്മെന്റ് ബൈ കസ്റ്റമേഴ്സ്. അത് തരാനുള്ള ആൾക്കാരുടെ പൈസ കൃത്യം ഡേറ്റിന് തന്നെ നമ്മൾ വാങ്ങാൻ നോക്കുക. അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് വേ ഓഫ് ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസ് കൃത്യമായി കിട്ടണമെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെന്റ് ബൈ കസ്റ്റമർ ഇസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഇസ് ദാറ്റ് പേയ്മെന്റ് കിട്ടിയാൽ മാത്രം പോരാ, ചിലപ്പോൾ ബാങ്കിലേക്കാവും വന്നിട്ടുണ്ടാവുക. എങ്ങനെയായാലും കൃത്യമായിട്ട് സ്പീഡിൽ അത് ക്യാഷ് ആയിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റണം. ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെന്റ് ഇൻ ടു ക്യാഷ്. അതിന് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് കളക്ടിങ് പ്രോസസ്സ് സ്പീഡപ്പ് ആക്കണം. ഇപ്പോൾ സാധാരണ എന്താ ഉണ്ടാവുക? ഒരു കസ്റ്റമർ, നമുക്ക് പൈസ തരാനുള്ള ഒരു കസ്റ്റമറെ ആലോചിക്കും. അയാൾ ചെക്ക് എഴുതും. ആർക്കാ ചെക്ക് എഴുതുക? നമ്മുടെ കമ്പനിയുടെ പേരിൽ ചെക്ക് എഴുതും. ഇപ്പം അധികം ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ല, ഒക്കെ ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ് ഇസ് ബാങ്ക്. അപ്പോൾ ചെക്ക് എഴുതും. അപ്പോൾ എപ്പോഴും നമുക്കുണ്ടല്ലോ, ചെക്ക് കസ്റ്റമർ അയക്കും. ആ കസ്റ്റമർ അയക്കുന്ന ചെക്കും അത് പൈസയാക്കി മാറ്റാനുള്ള സമയം, കസ്റ്റമർ ഒരു ചെക്ക് അയച്ചിട്ട് അത് പൈസയാക്കി മാറ്റാനുള്ള കാലതാമസത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അല്ലെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനുള്ള കാലതാമസം. ഒന്ന്, ഒരാൾ ചെക്ക് എഴുതണം, ആ ചെക്ക് നമുക്ക് വരണം, അത് ബാങ്കിൽ കൊടുക്കണം, ബാങ്കിൽ നിന്ന് അത് പാസ്സാക്കണം, അത് വീണ്ടും ഇതാവണം. സോ ഇറ്റ് റിക്വയർസ് സം സോർട്ട് ഓഫ് ടൈം. ആ സമയം ഉണ്ടാക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. That means there is a time gap between the check sent by the customer and the amount collected as cash. And this is because of many factors. One main factor is mailing time. ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, നോട്ട്സ് ആയിട്ട് എഴുതണം. ഒരു മെയിൻ ഫാക്ടർ മെയിലിംഗ് ടൈം ആണ്. ക്ലിയർ? മെയിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ടേക്കൺ ബൈ ദ പോസ്റ്റ് ഓഫീസ് ഫോർ ട്രാൻസ്ഫറിങ് ചെക്ക് ഫ്രം കസ്റ്റമർ ടു ദ ഫേം. ക്ലിയർ? അപ്പോൾ ഒരെണ്ണം മെയിലിംഗ് ടൈമാണ്. കസ്റ്റമർ നമ്മുടെ ഫേമിന് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് പോസ്റ്റ് ഓഫീസിന് വന്നിട്ടുള്ള കാലതാമസത്തെയാണ് മെയിലിംഗ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ
കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ല കേട്ടോ. പോസ്റ്റ് ഓഫീസൊക്കെ കുറഞ്ഞു തുടങ്ങി. ബട്ട് മെയിലിംഗ് ടൈം ഇസ് ദർ. ആൻഡ് ദിസ് ഇസ് റെഫേർഡ് ടു ആസ്, ആ മെയിലിംഗ് ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റൽ ഫ്ലോട്ട്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഇസ് പോസ്റ്റൽ ഫ്ലോട്ട്. ക്ലിയർ? അപ്പൊ അതാണ് ഒരു കാരണം, സമയം ഇതാവാനുള്ള കാരണം, ടൈം എടുക്കാൻ, അതായത് ക്വിക്ക് കൺവേർഷന് പോസിബിൾ അല്ലാത്തതിന്റെ ഒരു റീസൺ പോസ്റ്റൽ ഫ്ലോട്ട് ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിലേക്ക് ചെക്ക് എത്തി. ക്ലിയർ? അപ്പൊ നമ്മൾ ഒരു ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പ്രോസസ് ചെയ്യോ? ഒരു കമ്പനി ഇല്ല. ചിലപ്പോൾ ഒരാഴ്ചയുടെ അവസാനമൊക്കെ ആവും കുറേ ചെക്കുകൾ കൂടിയിട്ടാണ് പ്രോസസ് ചെയ്യാൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമുക്ക് സമയം നഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ചെക്ക് വന്നിട്ട് അത് ബാങ്കിലോട്ട് അയക്കാൻ കുറച്ച് കാലതാമസം വരും. ക്ലിയർ? ആ കാലതാമസത്തെയാണ് നമ്മൾ ലെഥാർജി എന്ന് വിളിക്കുക. LETHARGY. It is known as lethargy. That is the time that is required for the check to be processed and to be sent to the bank for collection. It is known as lethargy. അതും ഒരു ടൈം ഗ്യാപ്പാണ്. നമ്മൾ ആദ്യം പോസ്റ്റൽ ഫ്ലോട്ട് പറഞ്ഞു, സെക്കൻഡ് ഇസ് ലെഥാർജി, ആൻഡ് തേർഡ് വൺ, അപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഉടനെ കമ്പനി എന്താ ചെയ്യുക? കമ്പനി ഈ നമ്മൾ ആരുടെ ചെക്കാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം. ആ കസ്റ്റമറിന്റെ അക്കൗണ്ട് ദൂരത്തെ എവിടെയെങ്കിലും ആണെങ്കിൽ ആ ബാങ്കിൽ കളക്ഷന് പോയിട്ട് തിരിച്ചു വരാൻ ഒരു സമയമുണ്ട്. ക്ലിയർ? നമ്മൾ ബാങ്കിലേക്ക് അയച്ചു വെച്ചാലും അവിടെ ബാങ്ക് കളക്ട് ചെയ്യാൻ, പൈസ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ ഒരു പ്രോസസ്സിംഗ് ടൈം ഉണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബാങ്ക് ഇൻ കളക്ടിങ് ദ പേയ്മെന്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് ബാങ്ക്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ബാങ്ക് ഫ്ലോട്ട്. അപ്പോൾ ഒരു പോസ്റ്റൽ ഫ്ലോട്ടിന്റെ കാര്യം പറഞ്ഞു, ഒരു ലെഥാർജിയുടെ കാര്യം പറഞ്ഞു, ആൻഡ് ഫൈനലി വി ആർ സ്പീക്കിംഗ് വിത്ത് എ ബാങ്ക് ഫ്ലോട്ട്. ക്ലിയർ? And this postal float, lethargy and bank float are collectively known as deposit float. അതായത് ഡെപ്പോസിറ്റ് ഫ്ലോട്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഡെപ്പോസിറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് കസ്റ്റമർ എഴുതി, പക്ഷെ എമൗണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഇത്രയും കാലമായിട്ടും. അതായത് അതിനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന് പോസ്റ്റൽ ഫ്ലോട്ട് ആണ്, ഒന്ന് ലെഥാർജി ആണ്, ഒന്ന് ബാങ്ക് ഫ്ലോട്ട് ആണ്. ക്ലിയർ? ടുഗെദർ ഇറ്റ് ഇസ് നോൺ ആസ് ഡെപ്പോസിറ്റ് ഫ്ലോട്ട്. സോ ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെന്റ് ഇൻ ടു ക്യാഷ് ഇസ് പോസിബിൾ only if you are able to reduce the deposit float to the maximum extent possible. Clear? So efficient ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം, ഈ ഡെപ്പോസിറ്റ് ഫ്ലോട്ടിന്റെ സമയം റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വിക്ക് കൺവേർഷൻ, പൈസ എങ്ങനെ ക്വിക്ക്ലി കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് പറ്റുള്ളൂ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസ് ഇസ് decentralized collections. Decentralized collection, ഇപ്പോൾ ക്വിക്ക് കൺവേർഷൻ ഓഫ് പേയ്മെന്റ് ഇൻ ടു ക്യാഷ് എന്തൊക്കെയായാലും ഡെപ്പോസിറ്റ് ഫ്ലോട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻ സെന്റേഴ്സ് വന്നത്. ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ഫേമാണ്, ഇന്ത്യയിൽ ഉടനീളം അതിൻ്റെ ശാഖകൾ ഉണ്ട് വിചാരിക്കൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, സെൻട്രലൈസ് ചെയ്യാതെ പല പല സ്ഥലത്ത് കളക്ഷൻ സെന്റേഴ്സ് വെക്കാം. ക്ലിയർ? പല ഏരിയയിലും കളക്ഷൻ സെന്റേഴ്സ് ഓപ്പൺ ചെയ്യാണ്, ഒരു സ്ഥലത്തല്ലാതെ പല സ്ഥലത്തും. ക്ലിയർ? പല സ്ഥലത്തും കളക്ഷൻ സെന്റർ ഓപ്പൺ ചെയ്യണതിന്റെ ഒരു ലക്ഷ്യം എന്താ? മെയിലിംഗ് സമയം, അതായത് നമ്മൾ പോസ്റ്റൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞില്ലേ, ആ പോസ്റ്റൽ ഫ്ലോട്ടിന്റെ സമയപരിധി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഡൽഹിയിലാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് വെച്ചിട്ട് എല്ലാം ഡൽഹിയിൽ എത്തണച്ചാൽ ഒരുപാട് താമസം എടുക്കും. അപ്പൊ നമ്മൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻ സെന്റേഴ്സ് വെക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഉപകാരം എന്താ? ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളക്ഷൻ. ഇപ്പൊ ഞാൻ പറയാം, തൃശ്ശൂർ ഒരു കളക്ഷൻ സെന്റർ ഉണ്ട് ഒരു കമ്പനിയുടെ. അപ്പൊ എനിക്ക് തൃശ്ശൂർ അഡ്രസ്സിൽ ചെക്ക് അയക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ തൃശ്ശൂർ പെട്ടെന്ന് എത്തും. ഡൽഹിയിലാണ് ഫേമിന്റെ ഹെഡ് ഓഫീസ് വെച്ചാലും തൃശ്ശൂർ ആണ് കളക്ഷൻ സെന്റർ വെച്ചാൽ തൃശ്ശൂർ എൻ്റെ ചെക്ക് എത്തും. തൃശ്ശൂർ തന്നെയാവും എൻ്റെ ബാങ്കും. ബാങ്കിലേക്ക് പ്രോസസ്സ് ചെയ്യാനും സമയം വേണ്ട,
കളക്ഷൻ ടൈമും വേണ്ട, എല്ലാതും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് അത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻസ്. ക്ലിയർ? സോ അപ്പോൾ നമ്മൾ അവിടെ മെയിലിംഗ് ടൈം, പ്രോസസ്സിംഗ് ടൈം, കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ഫ്ലോട്ടും റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റി ഈ ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ. ആൻഡ് ഫൈനൽ മെത്തേഡ് ഇസ് ലോഗ് ബോക്സ് സിസ്റ്റം. ക്ലിയർ? ലോഗ് ബോക്സ് സിസ്റ്റം ആണ് നമ്മളുടെ ഫൈനൽ മെത്തേഡ്. അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കളക്ഷൻസും മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് കണ്ടു തുടങ്ങി. അപ്പോഴാണ് ലോഗ് ബോക്സ് സിസ്റ്റം വന്നത്. കാരണം പോസ്റ്റ് ഓഫീസിൽ എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഒരു ഫേം പല കളക്ഷൻ സെന്ററും പല പ്ലേസിലും ഉണ്ടാവും ഒരു ഫേമിന്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ എപ്പോഴും PB നമ്പർ, പോസ്റ്റ് ബോക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അഡ്രസ്സ് എഴുതുമ്പോൾ കാണാറുണ്ട്. ഫേം എന്താ ചെയ്യാച്ചാ, പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് ബോക്സ് ഫേമിന് സ്വന്തമായിട്ട് ഹയർ ചെയ്യും. ക്ലിയർ? അപ്പൊ നമ്മള് എന്താ ചെയ്യാച്ചാ, നമ്മളോട് ചെക്കൊക്കെ ആ പോസ്റ്റ് ബോക്സിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ബോക്സിലേക്ക് അല്ല വരിക, നമ്മുടെ കമ്പനിക്ക് മാത്രമായിട്ട് ഒരു PB, ഒരു പോസ്റ്റ് ബോക്സ് വെക്കും. ആ PB നമ്പർ ഇപ്പോൾ 1214 ആണ് നമ്മുടെ കമ്പനിയുടെ PB നമ്പർ എന്ന് പറഞ്ഞാൽ, ഇന്ന ആള് PB നമ്പർ 1214 ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് ബോക്സിലേക്ക് മാത്രമേ നമ്മളുടെ ലെറ്റേഴ്സ് പോളൂ, നമ്മുടെ ചെക്ക്. ക്ലിയർ? അപ്പോൾ എല്ലാവരോടും ആ പോസ്റ്റ് ബോക്സിലേക്ക് അയക്കാൻ പറയും. ഈ പോസ്റ്റ് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യണത് ഒരിക്കലും പോസ്റ്റ് ഓഫീസുകാരല്ല, ബാങ്ക് ആണ് നേരിട്ടിട്ട് ഈ PB നമ്പർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ സേവ് ചെയ്യാൻ പറ്റി? ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റി. ലോക്കൽ ബാങ്ക് ആണ്. അപ്പൊ ബാങ്ക് ആണ് ഈ ചെക്കൊക്കെ എടുക്കുക. അപ്പൊ ഒരിക്കലും ഈ ചെക്ക് കമ്പനിയിൽ വരണ്ട, ചെക്ക് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് അത് കമ്പനിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ പോസ്റ്റൽ ഫ്ലോട്ട് ഇല്ല, ലെത്താർജി ഇല്ല, നേരിട്ടിട്ട് ബാങ്ക് ആണ്. ബാങ്ക് അങ്ങനെ പ്രോസസ് ചെയ്യും, എമൗണ്ട് കളക്ട് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾക്ക് ഒരുപാട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റാണ്, ഇന്റേണൽ കൺട്രോളിങ്ങും ഒക്കെ. സോ ഈ മെത്തേഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെത്തേഡൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആക്സലറേറ്റ് ചെയ്യാം, ക്യാഷ് ഇൻഫ്ലോസ് ആക്സലറേറ്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന മെത്തേഡ്സ് ആണ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് ദർ ആർ സം മെത്തേഡ്സ് വിച്ച് സ്ലോ ഡൗൺസ് ദ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓൾസോ. അതായത് നമ്മൾ പറയാറുണ്ട്, ഔട്ട്ഫ്ലോ കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ ഏറ്റവും അവസാനം കൊടുക്കുക. ക്ലിയർ? അപ്പൊ അവസാനം കൊടുക്കുന്നത് എങ്ങനെയാ? പേയിങ് ഓൺ ലാസ്റ്റ് ഡേറ്റ്, അവസാനത്തെ ദിവസം പേയ്മെന്റ്സ് നടത്താം. അതുവരെ നമുക്ക് ക്യാഷ് റോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബില്ലൊക്കെ ആണെങ്കിൽ ബില്ലൊക്കെ ലാസ്റ്റ് ഡേറ്റിന് അടയ്ക്കുക. അപ്പോൾ അതെപ്പോഴും ബിസിനസ്സുകാരുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ എപ്പോഴും പൈസയുടെ പേയ്മെന്റ് എപ്പോഴും അവസാനത്തേക്ക് വെക്കും. അത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമില്ല. കാരണം ഒരു പൈസ എത്രയോ നേരം വൈകി അടയ്ക്കുന്നു, അതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമുക്ക് ബെനിഫിറ്റഡ് ആണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് പേയ്മെന്റ് ത്രൂ ഡ്രാഫ്റ്റ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പൈസ ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ചെക്സ്. കാരണം ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ബാലൻസ് വെക്കണം, കാരണം ചെക്ക് ബൗൺസ് ആവാൻ പാടില്ല. പക്ഷേ ഡ്രാഫ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഓൺ പ്രസന്റേഷൻ ടു ദ ഇഷ്യൂവർ. അതായത് ഇഷ്യൂ ചെയ്യുന്ന ആള് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ ഡ്രാഫ്റ്റ് പൈസ കൊടുക്കണ്ടുള്ളൂ. ക്ലിയർ? അപ്പൊ ഈ ഡ്രാഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആള് ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ അത് ബയ്യർ ബാങ്കിലേക്ക് കൊടുക്കും. അപ്പൊ എപ്പോഴും കുറച്ച് സമയം എടുക്കും ആ ഒരു ഡ്രാഫ്റ്റിന്റെ കേസിൽ. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 10 രൂപ 20 രൂപ എന്നല്ല, കോടിക്കണക്കിന് രൂപകളായോണ്ട് ചെക്കായിട്ട് കൊടുക്കുന്നതിന് പകരം ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സമയം നമുക്ക് കിട്ടും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് അഡ്ജസ്റ്റിംഗ് പേറോൾ ഫണ്ട്സ്. പേറോൾ ഫണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പോൾ പേയ്മെന്റ് വീക്ക്ലി ആണെങ്കിൽ അത് മന്ത്ലി ആക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും സാലറി ചെക്കായിട്ട് ഇഷ്യൂ ചെയ്യാം. ചെക്കായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ മന്ത്ലി ഉണ്ടാവുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പേറോൾ എന്ന് പറയാം. മന്ത്ലി അല്ല, അങ്ങനെ ഒരു ഓർഡർലി സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ശമ്പളം ചെക്കാക്കാം. അപ്പൊ ചെക്ക് ആക്കുമ്പോൾ എന്താണെന്ന് അറിയോ, എല്ലാവരും ഒറ്റയടിക്ക് വിഡ്രോ ഇല്ല. ചെക്ക് ആവുമ്പോൾ കുറച്ച് സമയം എടുക്കും ആ പൈസ ഇതാവാൻ. അപ്പോൾ എല്ലാ ചെക്കും കൂടിയിട്ട്
ഒരേ ദിവസം തന്നെ പ്രസന്റ് ചെയ്യില്ല എല്ലാവരും. ഇപ്പൊ നമുക്കൊരു പിന്നെ ജോലി ചെയ്തിട്ട് നമുക്ക് ചെക്ക് കിട്ടി, 24 പേര് ചെക്ക് റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടി പിറ്റേ ദിവസം ബാങ്കിലേക്ക് പോവില്ല. ഹ്യൂമൻ ബീയിങ്സ് ആണ്. ചില ആൾക്കാർ പിറ്റേ ദിവസം കൊടുക്കും, ചില ആൾക്കാർ 3 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ അത്രയും ദിവസം കമ്പനിക്ക് ആ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ആൻഡ് നമ്മൾ നേരത്തെ ആക്സിലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോസിൽ ഡീസെൻട്രലൈസ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് സെൻട്രലൈസേഷൻ ഓഫ് പേയ്മെന്റ്സ് എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തുനിന്ന് മെയിൻ ഓഫീസിൽ നിന്ന് മാത്രമേ പേയ്മെന്റ്സ് ഉള്ളൂ എന്ന് പറയുമ്പോൾ സമയമെടുക്കും എല്ലാത്തിനും. കാരണം ദൂരത്തേക്കുള്ള പേയ്മെന്റ്സ് ഒക്കെ നടക്കാൻ. ഇപ്പൊ ചെന്നൈയിലാണ് നമ്മളുടെ സപ്ലയർ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആള്, നമ്മുടെ കമ്പനി ഡൽഹിയിലാണെങ്കിൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞാലും കളക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 ദിവസമൊക്കെ ആവും. അപ്പൊ അത്രയും സമയം ബെനിഫിറ്റ് ഓഫ് ദാറ്റ് ടൈം അവർ കമ്പനി വിൽ ഗെറ്റ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ. പറ്റുന്നിടത്തോളം എപ്പോഴും ഒരു എഫിഷ്യന്റ് യൂസ് ഓഫ് ക്യാഷ് ഇസ് പോസിബിൾ ബൈ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സ്. കമ്പനിക്ക് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട് വെച്ചാൽ, അതായത് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് പൈസ ചെലവാക്കണ വെച്ചാൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം പൈസ. അപ്പൊ എന്താ വെച്ചാൽ ഒരു അക്കൗണ്ടിൽ കെട്ടിക്കിടക്കണത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫർ വഴി പേയ്മെന്റ്സ് നടത്താൻ പറ്റും. അതും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോസ് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് മേക്കിംഗ് യൂസ് ഓഫ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ഷോൺ ഇൻ കമ്പനീസ് ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഓഫ് ദ ബാങ്ക്. മിയർലി ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിലേ അല്ലെങ്കിൽ ആ ഒരു കുറവിനെയാണ് ഫ്ലോട്ട് എന്ന് പറയാം. അതായത് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഫ്ലോട്ട് എന്ന് പറയാം. അപ്പൊ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കും. അപ്പൊ അതിൽ പറയാറുണ്ട്, നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് ആരാ എഴുതുക? അപ്പൊ ഞാനാണ് എഴുതുന്നത്, അതായത് ക്യാഷ്യർ ആണ് ഞാൻ, ക്യാഷ് ബുക്ക് കീപ്പ് ചെയ്യാൻ ആള്. ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ആർക്കാണോ പൈസ കൊടുക്കാറുള്ളത് വെച്ചാൽ അവരുടെ പേരിൽ, ABC ലിമിറ്റഡിന്റെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉടൻ തന്നെ ക്യാഷ് ബുക്കിൽ ഞാൻ പൈസ കുറച്ച് കാണിക്കും. ക്ലിയർ? അപ്പോ പക്ഷെ പാസ്ബുക്കിൽ കുറഞ്ഞുണ്ടാവോ? ഇല്ല. അപ്പൊ പാർട്ടി നമ്മൾ ആ ABC ലിമിറ്റഡിന് ചെക്ക് കൊടുത്തു, അവര് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ഇതാവില്ല. അപ്പൊ പാർട്ടി വേറൊരു സ്റ്റേഷനിലാച്ചാൽ ചെക്ക് കുറച്ച് ദിവസം എടുക്കും ആ ചെക്ക് വരാൻ. ആ സമയം വരെ ചെക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല ബാങ്കില്, അപ്പൊ ബാലൻസ് ഉണ്ടാവും ബാങ്കില്. അതിനെയാണ് ഫ്ലോട്ട് എന്ന് പറയാം. അപ്പൊ ആ ബാലൻസ് നമ്മുടെ കമ്പനിക്ക് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോ പിന്നെ ചെക്ക് ബൗൺസ് ആവുകയൊക്കെ ചെയ്യും, പക്ഷെ അത് നന്നായി മാനേജ് ചെയ്യണ ഒരു ക്യാഷ് മാനേജ്മെന്റ് പ്രോസസ്സിനാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് യൂസ് ഓഫ് ദിസ് ഫ്ലോട്ട്. ക്ലിയർ? ക്യാഷ് മാനേജ്മെന്റിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറെ തിയറിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആൻഡ് നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ക്യാഷ് ബഡ്ജറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ക്യാഷ് ബഡ്ജറ്റിന്റെ ചെയ്യുന്നില്ല, പക്ഷെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം. Clear? Is it clear for you? Okay. Take care. We'll come with another class in the next day. Okay.